പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നു. പരോളിനായി വ്യാജരേഖ നൽകി ഉത്ര കൊലക്കേസ് പ്രതി സൂരജ്. ഉത്ര കൊലക്കേസ് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന രേഖയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നൽകിയത്. പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവം വ്യാജമാണ്. റിനു സീത ചേരുന്നു. റിനു, നമ്മളെ ആകെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു ഈ ഉത്ര കൊലക്കേസ്. ആ ഉത്ര കൊലക്കേസിലെ പ്രതി സൂരജ് ഇപ്പോൾ ഒരു വ്യാജരേഖ നൽകി. അതിൽ ഈ പുറത്തിറങ്ങിയോ ഇയാള്? എന്താണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്? പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവരുടെ പൂജപ്പുര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലാണ് ഇയാൾ ഇങ്ങനെ ഒരു വ്യാജരേഖ കൊടുത്തതും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും? റിനു, ഗുഡ് മോർണിംഗ് റിനു. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഭാര്യയായിട്ടുള്ള ഉത്രയെ പാമ്പ് കടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് 17 വർഷവും ഇരട്ട ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കുന്നത് ഭർത്താവായിട്ടുള്ള സൂരജ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് അയാൾ ഉള്ളത്. അടിയന്തരമായിട്ടൊരു പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ഒരു അപേക്ഷ നൽകുന്നു. ഈ അപേക്ഷയോടൊപ്പം തൻ്റെ അച്ഛന് ഗുരുതരമായ ഒരു രോഗമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇതിൽ ചില സംശയങ്ങൾ ജയിൽ അധികൃതർക്കുണ്ടാകുന്നു. തുടർന്ന് ഈ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടറെ വിളിച്ച് ഇക്കാര്യം അന്വേഷിക്കുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകിയത് താനാണ് എന്നുള്ളത് ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഗുരുതരമായിട്ടുള്ള രോഗമുണ്ടെന്ന ഒരു കാരണവശാലും എഴുതി ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന് ഡോക്ടർ സമ്മതിക്കുന്നു. തുടർന്ന് ഉള്ള പരിശോധനയിലാണ് ഇത് വ്യാജമാണ് എന്ന് മനസ്സിലാകുന്നത്. അതായത് അച്ഛന് ഗുരുതരമായിട്ടുള്ള ഒരു രോഗമുണ്ടെന്ന് ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റിന്മേൽ ആരോ എഴുതി ചേർത്തു. തുടർന്ന് സൂരജിൻ്റെ അമ്മ ജയിൽ അധികൃതർക്ക് അപേക്ഷയ്ക്കൊപ്പം ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റും നൽകുകയാണ് ചെയ്തത്. ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയതോടുകൂടി ജയിൽ സൂപ്രണ്ട് പൂജപ്പുര പോലീസിന് പരാതി നൽകുകയാണ് ചെയ്തത്. തുടർന്ന് പൂജപ്പുര പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇനിയിപ്പോൾ സൂരജിന് ഒരു കേസ് കൂടി വിചാരണ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അതായത് വ്യാജരേഖ ചമയ്ക്കൽ എന്നുള്ള ഒരു കേസാണ് FIR രജിസ്റ്റർ എടുത്തിരിക്കുന്നത്. നിലവിൽ ജയിലിൽ കിടക്കുകയാണ്. സൂരജിന് വേണ്ടി പുറത്തു നിന്ന് ആരോ വ്യാജരേഖ ചമച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ വ്യാജരേഖയുമായി അമ്മയാണ് സമീപിച്ചത്, അല്ലേ? തീർച്ചയായും. അതായത് പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഈ വ്യാജരേഖ ഉണ്ടാക്കി, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നൽകുന്ന ആരോ ആണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പോലീസ്. എന്തായാലും അമ്മയെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് SHO പറയുന്നത്. ഇരട്ട ജീവപര്യന്തമായിട്ട് ജയിലിൽ കഴിയുകയാണ്. പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങളാണ്, അല്ലേ? വ്യാജരേഖ ചമച്ചു. ഡോക്ടറുടെ കുറിപ്പിന്മേൽ എഴുതി ചേർക്കുക കൂടി ചെയ്തു. അച്ഛന് ഗുരുതര രോഗമാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പണ്ട് സ്കൂളിൽ എന്താ വരാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പ മരിച്ചുപോയി എന്ന് പറയുന്നത് പോലെ എത്ര ലാഘവത്തോടു കൂടിയാണ് സൂരജ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പാമ്പിനെ കൊണ്ട് ഭാര്യയെ കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ കേരളം കണ്ട ഏറ്റവും വിചിത്രമായ, ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വിചിത്രമായ കൊലപാതക കേസിലെ പ്രതിയാണ് ഈ സൂരജ്.